ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. എൻ്റെ 4ാമത്തെ കുട്ടിയാണ് കേട്ടോ. പേര് ഹെൻസ എന്നാണ് പേര്. പിന്നെ ഇന്ന് മക്കളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പോയിരുന്നു കേട്ടോ. അവർക്ക് അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഇന്ന് ഉപ്പാനെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇന്ന് രാത്രി ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് എത്തൂട്ടാ. ഇപ്പോൾ എൻ്റെ അടുത്ത് ആളില്ലാത്ത കാരണം ഞാൻ എൻ്റെ ഏട്ടത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട്. അവളും വന്നിട്ടുണ്ട്. അവൾ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി വളർന്നു വരുന്നുണ്ട്. എല്ലാവരോടും ഒന്നും കൂടിയും നന്ദി പറയുന്നു. എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. രാവിലെ ചെറിയോള് നീച്ചിട്ട് അവളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അർക്കത്തിന് നീച്ചതിൻ്റെ കരച്ചിലാണ്. പിന്നെ പിടിക്കാൻ വേണ്ടി റോട്ടിലേക്ക് പോയിട്ടാ. പൈപ്പൊക്കെ ഇട്ട് കുത്തിവെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് റോട്ടിക്ക് ഇടയിൽ നല്ല വെള്ളം പോണ്. അപ്പോൾ അങ്ങനെ പൈപ്പ് ഒന്നും കൂടി കുത്തിയിട്ട് അവിടെ ആ കല്ലൊക്കെ ഉണ്ടല്ലോ, കല്ല പൈപ്പിൻ്റെ മേലേക്ക് വെച്ചിട്ടോ ആകെ വെള്ളം പൊട്ടി പോകുമായിരുന്നു. വെള്ളമൊക്കെ പൈപ്പ് കുത്തിവെച്ചിട്ട് പിന്നെ ശരിയാക്കി. പിന്നെ അങ്ങനെയൊക്കെ രാവിലെ തലേ ദിവസത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. രാത്രി അത് കഴുകി വെക്കും. അത് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി. പിന്നെ ഞാൻ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടും ചെറുപയറും നല്ല രസമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ മക്കളെ വിളിക്കാൻ പോയി. അവർ നല്ല ഉറക്കമായിരുന്നു. സ്കൂളിൽ പോകാനുണ്ടെന്ന് PTA മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. മക്കൾ അങ്ങനെ വിളിച്ച് പെണ്ണ് മദ്രസ വിട്ട് വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം മേല് കഴുകൽ കഴിഞ്ഞിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെറിയോള് കയ്യിൽ പിടിച്ചിരിക്കട്ടെ. അവൾക്ക് വാരി കൊടുക്കണം. പിന്നെ മക്കളിൻ്റെ താത്ത വന്നിട്ടുണ്ട് പറഞ്ഞല്ലോ. എൻ്റെ താത്താക്ക് ടാറ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. 4ാമത്തെ കുട്ടി അവളുടെ കയ്യിലാണ്. അപ്പോൾ അവൾക്കും ഏട്ടത്തേക്കും ഒക്കെ ടാറ്റ കൊടുത്തിട്ട് അവർ വരികയാണ്. അവർ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് ചോറിന് തീ പൂട്ടിയിട്ടാ. പിന്നെ കുറച്ച് ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാ. കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരുമ്പാൻ തിരുമ്പാൻ വേണ്ടി വലിച്ചിട്ടപ്പോൾ സോപ്പ് ഉണ്ടായിരുന്നില്ല. സോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ കടയിൽ പോയിട്ട് സോപ്പ് വാങ്ങി വന്നേ. പിന്നെ മക്കളെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് പോയിട്ടാ. പരീക്ഷ പേപ്പറിൽ എത്ര മാർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. മക്കൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മാർക്കില്ലേ? നല്ല മാർക്കാണ് കേട്ടോ. എത്ര സ്റ്റാർ ഉണ്ട്? സ്റ്റാറില്ലേ? അടുത്ത പരീക്ഷക്കോ എടുക്കുക? നല്ല മാർക്കാണ് കേട്ടാ. മൂത്ത മോളുടെ ക്ലാസ്സിലേക്ക് പോയിട്ട് അവളെ മേലേക്ക് കയറണം ക്ലാസ്സിക്ക്. കാരണം അവർ സ്കൂളിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ അവർക്ക് ചോറ് വാരി കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ.